ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയായിരുന്നു കേട്ടോ. അപ്പോൾ ശശികേട്ടൻ എന്നെ സഹായിക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. നാളികേരം തിരുമ്മി തരാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണീനെ ഒന്ന് വിളിക്കാനായിട്ട് റൂമിലോട്ട് ചെന്നപ്പോൾ അവൻ തലയും കുത്തി നിൽപ്പാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധി കൂടുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു അത്രേ. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ ബുദ്ധൻ ചെറുതായിട്ട് കറുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് വിളക്കിൻ്റെ പുകയടിച്ചിട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇവിടെ 2 നേരം വിളക്ക് കത്തിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് കുറേശ്ശെ പൂക്കൾ വെച്ചില്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനക്കേടാണ്. അപ്പം നമ്മൾ പൂക്കളൊക്കെ ചെത്തി തുളസി നന്ദ്യാർവട്ടം എല്ലാം വീട്ടുമുറ്റത്ത് തന്നെ വളർത്തുന്നുണ്ട്. കുറച്ചല്ലേ വേണ്ടൂ. ഇപ്പോൾ മഞ്ഞായപ്പം ചെറുതായിട്ടൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സ്കൂളിലും ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ വലിച്ച് പുറത്തിട്ടിട്ടുണ്ട്. ഇതെൻ്റെ മുത്തച്ചാച്ചനാണ്, അച്ഛൻ്റെ അച്ഛൻ. പിന്നെ ദാ എൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ഫോട്ടോ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിവിടെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് പൊടിയെങ്കിലും തുടച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിച്ച് പുറത്തിട്ടതാണ് കേട്ടോ. ഇത് ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ കസിൻസും കൂടിയിട്ട് ചെറുപ്പത്തിൽ അമ്മ വീട്ടിൽ വെച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ പാറുമോള് അംഗൻവാടിയിൽ പോകുന്ന പ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ. ഇത് എൻ്റെ ഒരു കസിൻ്റെ തന്നെ കല്യാണത്തിന് എടുത്തതാണ്. പിന്നെ ഇതിലേറ്റവും പഴക്കമുള്ള ഫോട്ടോ എന്ന് പറയുന്നത് ഇതാട്ടോ. എൻ്റെ അമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. എത്രയോ വർഷം മുന്നത്തെ ഫോട്ടോ ആണല്ലേ. ഇതാണ് എൻ്റെ അമ്മ കേട്ടോ, ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ടുള്ളത്. ബ്ലാക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയതുകൊണ്ട് ചിലപ്പോൾ നീലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവർ മണ്ണൂത്തിയിലാണെന്ന് തോന്നുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അവിടുത്തെ ഒരു തുഷാര സ്റ്റുഡിയോ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ടത്തെ ഒരു സ്റ്റുഡിയോ. അവിടെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇത് കണ്ടോ, ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ, വയലറ്റ് കളർ ഷോൾ ഇട്ടത്. അവളിപ്പോൾ ഫിൻലാൻഡിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ഗായത്രി, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. ഇവള് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ തോന്നുന്നു ക്ലാസ് റൂമിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഗായത്രി ഇപ്പം എൻ്റെ ഉണ്ണിയുടെ മാത്സ് ടീച്ചറാണ്. ഇത് അനിയത്തിയുടെ തന്നെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ ആണ്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ HM ആണ് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന സിസ്റ്റർ പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ 2 പേരും 10ാം ക്ലാസ് പഠിച്ചത് വേറെ വേറെ സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ്സിലെ അന്നത്തെ HM ആയിരുന്നു ഈ സിസ്റ്റർ. പിന്നെ എൻ്റെ കെമിസ്ട്രി അധ്യാപിക കൂടിയായിരുന്നു. എൻ്റെ സിസ്റ്റർ തന്നെയാണ് അവൾക്കും HM ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാ പണികളും കഴിയുമ്പോൾ ഞാൻ റേഡിയോ ഒന്ന് ഓണാക്കും. കാരണം രാവിലെ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഓഫാക്കും. പിന്നെ ഉച്ചയ്ക്ക് എല്ലാ പണികളും കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഓണാക്കും. കാരണം നിറയെ പാട്ടുകളുള്ള സമയമാണ്. കുറച്ച് നേരം റേഡിയോ കേൾക്കട്ടെ കേട്ടോ.